ന്യൂമോണിയ ബാധിച്ച 16-കാരി ചികിത്സ കിട്ടാതെ മരിച്ചതായി ആരോപണം. മലപ്പുറം കൊണ്ടോട്ടി കോട്ടപ്പുറം സ്വദേശിയായ 16-കാരിയാണ് മരിച്ചത്. ന്യൂമോണിയ ബാധിച്ച് ഗുരുതരാവസ്ഥയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിച്ച കുട്ടിക്ക് മതിയായ ചികിത്സ നൽകിയില്ല എന്ന് കുടുംബം ആരോപിച്ചു. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട മാനസിക വെല്ലുവിളി നേരിടുന്ന 16-കാരിയാണ് ചികിത്സ ലഭിക്കാതെ മരിച്ചതായി ആരോപണമുയരുന്നത്. പനിയെ തുടർന്ന് കഴിഞ്ഞ 10-നാണ് കുട്ടിയെ കൊണ്ടോട്ടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. അസുഖം കൂടിയതോടെ 13-ന് രാത്രി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു. എന്നാൽ ഗുരുതരാവസ്ഥയിലുള്ള കുട്ടിയെ വാർഡിൽ തന്നെ നിർത്തിയെന്നും വെന്റിലേറ്ററിലെന്ന് പറഞ്ഞ് സ്വകാര്യ ആശുപത്രിയിലേക്ക് പോകാൻ നിർബന്ധിച്ചതായും കുടുംബം പറയുന്നു. ക്യാഷ് ഉണ്ടെങ്കിൽ നിങ്ങൾ പ്രൈവറ്റിലേക്ക് മാറ്റിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഇങ്ങനത്തെ ഒരു കുട്ടിയാണ്, അതിനെ മാറ്റാൻ അങ്ങനെ കഴിയില്ല, ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ഇല്ല എന്ന് അവരടുത്ത് ആവർത്തിച്ച് പറഞ്ഞു. ഞങ്ങളെ ലാസ്റ്റ് ഓപ്ഷൻ ഇതാണെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഇനിയിപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്തോളൂ, വേറെ ആളുകളുണ്ട് വെന്റിലേറ്റർ, ഒരാരും മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിലേക്ക് ആക്കാന്നാണ് ഒരു പറഞ്ഞത്. പിന്നീട് മുക്കം KMCTയിൽ പ്രവേശിപ്പിച്ച കുട്ടി മരിക്കുകയായിരുന്നു. ആരോഗ്യമേഖലയെക്കുറിച്ച് അവകാശവാദം ഉന്നയിക്കുന്നവർ ഉത്തരം പറയണമെന്ന് TV ഇബ്രാഹിം MLA പറഞ്ഞു. ഹതാശരായ ഒരു അമ്മയും ആളുകളും നിലവിളിക്കുമ്പോൾ നിങ്ങൾ ഇവിടുന്ന് മറ്റെങ്കിലും കൊണ്ടുപോയിക്കോ, അവിടെ വെന്റിലേറ്റർ ഇല്ല, അല്ലെങ്കിൽ മരണാസന്നനായ ഒരാൾ ഇവിടെ ഉണ്ട്, അദ്ദേഹം മരിച്ചാൽ നിങ്ങൾക്ക് ആ കുട്ടി മരിച്ചു പോയാൽ നിങ്ങളുടെ കുട്ടിയെ കയറ്റാം എന്ന് പറയുന്നതല്ലല്ലോ നമ്മുടെ സംവിധാനം എന്ന് പറയുന്നത്. ഇതിന്റെ പേരിൽ വലിയ അവകാശവാദം ഉന്നയിക്കുന്ന ആളുകൾ അത് ഉത്തരം പറയേണ്ടതാണ്. കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകണമെന്ന് BJP ആവശ്യപ്പെട്ടു. ഈ കുട്ടിയുടെ കുടുംബത്തിന് കാര്യമായ നഷ്ടപരിഹാരം കൊടുക്കാൻ വേണ്ടി സർക്കാർ തയ്യാറാവണമെന്ന് കൂടി BJP ആവശ്യപ്പെടുകയാണ്. അവസ്ഥ ഗുരുതരമാണെന്ന് അറിയിച്ചിട്ടും ഡോക്ടർമാർ തിരിഞ്ഞു നോക്കിയില്ലെന്ന് കാണിച്ച് കുടുംബം ആരോഗ്യമന്ത്രിക്ക് കത്ത് നൽകിയിട്ടുണ്ട്. സാമ്പത്തികമായി ഏറെ പിന്നോക്കം നിൽക്കുന്ന കുടുംബത്തിലെ ഭിന്നശേഷിക്കാരിയായ പെൺകുട്ടിക്കാണ് ചികിത്സ നിഷേധിച്ചതായി ആരോപണം ഉയരുന്നത്. സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. അനുരൂപ് ചിക്കോടിനൊപ്പം ജംഷീർ കുടിഞ്ഞ്, മീഡിയ 1 മലപ്പുറം.